എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറഞ്ഞു തരുന്ന പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് എടുക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ഭാഗം 1 പാഠം 2 ഇന്നത്തെ ക്ലാസ്. നമുക്ക് തുടങ്ങാം. പാഠത്തിൻ്റെ പേരാണ് ഭക്ഷണവും മനുഷ്യരും. ഒരു ഡയറി കുറിപ്പ് കൊടുത്തിട്ട് നമുക്കൊന്ന് വായിക്കാം. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് ഇന്ന് സ്കൂളിൽ ഭക്ഷ്യമേള ഉണ്ടായിരുന്നു. എന്ത് രസമായിരുന്നെന്നോ. ടീച്ചർ പറഞ്ഞതനുസരിച്ച് ക്ലാസ്സിലെ കൂട്ടുകാർ എല്ലാവരും ഓരോരോ വിഭവങ്ങൾ കൊണ്ടുവന്നു. ഞാനും കൂട്ടുകാരും ഓരോ സ്റ്റാളും കണ്ടു നടന്നു. എന്തെല്ലാം വിഭവങ്ങൾ! കപ്പയും ചക്കയും ചെറുധാന്യങ്ങളും കിഴങ്ങുകളും പയറുവർഗ്ഗങ്ങളും കൊണ്ടുള്ള വ്യത്യസ്ത വിഭവങ്ങൾ. പായസം, ലഡു, ഹലുവ, കേക്ക്, മിഠായികൾ, ഉപ്പിലിട്ടത്, അങ്ങനെ എത്രമാത്രം വിഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം കണ്ട് എൻ്റെ നാവിൽ വെള്ളം നിറഞ്ഞു. കൂട്ടുകാരെ, നിങ്ങൾക്കിത് കേട്ടപ്പോൾ നിങ്ങളുടെ വായിലും വെള്ളം വന്നില്ലേ? അപ്പോഴേക്കും ക്ലാസ് ടീച്ചർ ഞങ്ങളോടൊപ്പം കൂടി. ടീച്ചർ ഞങ്ങൾക്ക് മിഠായികളും പായസവും ഒക്കെ വാങ്ങിത്തന്നു. എന്ത് രുചിയായിരുന്നെന്നോ. ഇപ്പോഴും അവയുടെ രുചി നാവിൽ തങ്ങി നിൽക്കുന്നു. സിബി എന്ന വിദ്യാർത്ഥി എഴുതിയ ഡയറി കുറിപ്പ് വായിച്ചല്ലോ. ഏതൊക്കെ വിഭവങ്ങളെക്കുറിച്ചാണ് ഈ കുറിപ്പിൽ സൂചിപ്പിക്കുന്നത്? എന്തൊക്കെയായിരുന്നു? പായസം, കേക്ക്, ലഡു, മിഠായികൾ, ഉപ്പിലിട്ടത്. ഇവ കൂടാതെ മറ്റെന്തെല്ലാം ഭക്ഷ്യവിഭവങ്ങളാണ് നിങ്ങൾ കഴിച്ചിട്ടുള്ളത്? അവയുടെ ഒരു പട്ടിക നിങ്ങൾ തയ്യാറാക്കണം. സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മ ഉണ്ടാക്കി വയ്ക്കുന്ന വിഭവങ്ങളൊക്കെ എഴുതാട്ടോ. നാം കഴിക്കുന്ന ഭക്ഷണത്തിന് വളരെ വലിയൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം അറിയാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? മനുഷ്യരുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഘടകങ്ങളിലൊന്നാണ് ഭക്ഷണമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണ്. ആദിമകാലത്ത് ഇലകൾ, പഴങ്ങൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ എന്നിവയായിരുന്നു ജീവികളുടെ ഭക്ഷണം. കൂടാതെ ചില ജീവികൾ മറ്റു ജീവികളെ കൊന്ന് ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. മനുഷ്യരും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, തീ കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഇലകളും പഴങ്ങളും കിഴങ്ങുകളും എല്ലാം പച്ചയ്ക്കാണ്, മാംസങ്ങൾ പോലും പച്ചയ്ക്കാണ് അവർ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ നോക്കൂ, ആദ്യകാലത്ത് മനുഷ്യർ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഭക്ഷണം എങ്ങനെയാണ് നേടിയിരിക്കുന്നത്, മൃഗങ്ങളെ പിടിച്ചിട്ടും അവരെങ്ങനെയാണ് പിടിക്കുന്ന രീതിയൊക്കെയാണ് മുകളിൽ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ആദിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സൂചിപ്പിക്കുന്ന ചില ചിത്രങ്ങളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്ന് അക്കാലത്തെ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സംബന്ധിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? നമുക്ക് നോക്കാം. കൂട്ടം ചേർന്നാണ് മൃഗങ്ങളെ വേട്ടയാടിയിരുന്നത്. ഭക്ഷണം ശേഖരിച്ചിരുന്നു. കുന്തം പോലെയുള്ള കൂർത്ത ആയുധങ്ങൾ ഉപയോഗിച്ചാണ് അവർ മൃഗങ്ങളെ പിടിച്ചിരുന്നത്. ആയുധങ്ങൾ ഉപയോഗിച്ച് പുഴകളിൽ നിന്നും മത്സ്യങ്ങളും പിടിച്ചിരുന്നു. വേട്ടയാടലിലൂടെയും ശേഖരണത്തിലൂടെയും അവർക്ക് എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കളായിരിക്കാം ലഭിച്ചിട്ടുണ്ടാവുക? കായ്കനികൾ, വേരുകളും കിഴങ്ങുകളും, പക്ഷിമൃഗാദികൾ, മത്സ്യങ്ങൾ തുടങ്ങിയവ. തീയും ഭക്ഷണവും. വേട്ടയാടലിലൂടെയും മറ്റും ലഭിച്ച ഈ ഭക്ഷ്യവസ്തുക്കൾ ആദിമ മനുഷ്യർ പാകം ചെയ്താണോ കഴിച്ചിട്ടുണ്ടാവുക? ആദ്യകാലങ്ങളിൽ തീയുടെ ഉപയോഗം അറിയാത്തതിനാൽ ലഭ്യമായ വസ്തുക്കൾ പച്ചയായി തന്നെ അവർ ഭക്ഷിച്ചിരുന്നു. എന്നാൽ തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതോടെ അവർ ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങി. തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷണ രീതിയിലുണ്ടായ സുപ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ്. കാട്ടുതീയിൽപ്പെട്ട് ചത്ത മൃഗങ്ങളുടെ വെന്ത മാംസമായിരിക്കാം അവർ കഴിച്ച ആദ്യത്തെ വേവിച്ച ഭക്ഷണം. തീ ഉണ്ടാക്കാനും അതിനെ നിയന്ത്രിച്ചുപയോഗിക്കാനും പരിശീലിച്ചതോടെ മാംസവും മത്സ്യവുമൊക്കെ ചുട്ടു തിന്നുവാൻ അവർ ആരംഭിച്ചു. ക്രമേണ വേരുകളും കിഴങ്ങുകളും ചുട്ടു തിന്നാൻ തുടങ്ങി. ഇങ്ങനെയാണ് മനുഷ്യർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത്. അവർ എങ്ങനെയാണ് തീ കണ്ടുപിടിച്ചതെന്നല്ലേ ആ പെട്ടിയിൽ നോക്കാം.
തീ ഉൽപാദനവും നിയന്ത്രണവും. ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ ഉരഞ്ഞും തീയുണ്ടാകുന്നത് മനുഷ്യർ കണ്ടു. ഉണക്കമരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കാമെന്ന് അവർ മനസ്സിലാക്കി. ഇതിലൂടെയാണ് അവർ പിന്നീട് തീ ഉപയോഗിച്ച് പാചകം ചെയ്യാൻ തുടങ്ങിയത്. ഇവിടെ നമുക്ക് 2 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. 1. ആദിമകാലത്ത് മനുഷ്യർ എങ്ങനെയാണ് തീ ഉണ്ടാക്കിയിരുന്നത്? പിന്നീട് തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് അവരുടെ ആദിമ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെ എന്നും 2 ചോദ്യങ്ങൾ ഇവിടെ വരാം. ഇപ്പം മനസ്സിലായല്ലോ കുട്ടികൾക്ക്? എങ്കിലും ആ കാലത്ത് ആളുകൾ സ്ഥിരമായ ഒരു സ്ഥലത്ത് താമസിച്ചിരുന്നില്ല. അവർ അലഞ്ഞു തിരിഞ്ഞായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ വേട്ടയാടിയും ശേഖരിച്ചും അന്നന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് നേടിയിരുന്നത്. പിൽക്കാലത്ത്, അതായത് പിന്നീടുള്ള കാലഘട്ടത്തിൽ ഭക്ഷണ സമ്പാദനത്തിനായി അവർ മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരായി. എന്തൊക്കെ സാഹചര്യങ്ങളായിരിക്കാം ആദിമ മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കിയത്? അതായത് നേരത്തെ അവർ വേട്ടയാടി മൃഗങ്ങളെ പിടിച്ചിരുന്നു. മരങ്ങളിൽ നിന്നുമെല്ലാം കായ്കനികൾ വലിച്ചു കഴിക്കുകയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ കുറച്ചു കാലം കൂടെ കഴിഞ്ഞപ്പോൾ അവർക്ക് അത് ഭക്ഷണത്തിന് മതിയാകാതായിരിക്കും. കാരണം കുറച്ച് കാരണങ്ങൾ ഉണ്ടാവുമല്ലേ? എന്തൊക്കെയായിരിക്കാം? 1. ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവ്. നമ്മൾ കുറേ കാലം ഉണ്ടാക്കാതെ നമ്മൾ വീട്ടിലുള്ളത് തന്നെ എടുത്ത് കഴിക്കുകയാണെങ്കിൽ അത് തീർന്നു പോകില്ലേ? അപ്പോൾ ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവ്. ജനസംഖ്യ വർധനവ്. ആളുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അവരുപയോഗിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവും കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്തുണ്ടാവില്ല? അവിടെ ഭക്ഷണം കിട്ടായ്മ വരും. പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ. എന്തൊക്കെ പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ? വരൾച്ചയാവാം അല്ലേ? വരൾച്ച എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ചെടികളും മരങ്ങളെല്ലാം ഉണങ്ങിപ്പോകും. മൃഗങ്ങളെല്ലാം ചത്തുപോകും. വെള്ളമൊന്നും കിട്ടാതെ ചത്തുപോകും. അപ്പോൾ അവർക്ക് ഭക്ഷണം കിട്ടാതെയാവും. പിന്നെ എന്താ? നല്ല വെള്ളപ്പൊക്കം വരിക. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഇതേപോലെയുള്ള കാലാവസ്ഥ പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ മൂലവും അവർക്ക് ഭക്ഷണം ലഭിക്കാതെ വരും. വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ടാവാം? അസുഖങ്ങളുണ്ടാവാം. കാലാവസ്ഥയിൽ മാറ്റം വരുമ്പോൾ അവർക്കൊരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റാതെയൊക്കെ വരും അല്ലേ? അപ്പോഴൊക്കെ അവരെന്താ ഒരു സ്ഥലത്ത് അവർക്ക് പുതിയതായിട്ട് ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളൊരു ആശയം അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കുക. പിന്നീട് അവർ ഭക്ഷണം ഉൽപ്പാദനം തുടങ്ങിയിട്ടുണ്ടാവും. കാലക്രമേണ മനുഷ്യർ ഭക്ഷണാവശ്യത്തിനായി മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും തുടങ്ങി. ഭക്ഷണ ആവശ്യത്തിനായി അവർ ആദ്യം ഇണക്കി വളർത്തിയത് ആട്, ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെ ആയിരുന്നു. മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണ് നായ. മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചേരാൻ കഴിവുള്ളതിനാൽ വേട്ടയാടലിനും കാവലിനുമായി നായകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇത് വ്യാപകമായതോടെ മറ്റു മൃഗങ്ങളെയും ഭക്ഷണത്തിനും മറ്റും ആവശ്യങ്ങൾക്കുമായി അവർ ഇണക്കി വളർത്താൻ തുടങ്ങി. അവിടെ ഒരു ചോദ്യം ചോദിക്കാം അല്ലേ? മനുഷ്യരോട് ആദ്യം ഇണങ്ങിയ മൃഗം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? നായയാണ്. മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും ആരംഭിച്ചതിലൂടെ എന്തെല്ലാം മാറ്റങ്ങളാണ് മനുഷ്യ ജീവിതത്തിലുണ്ടായത്? എങ്ങനെയാണ് സസ്യങ്ങളെ പരിപാലിച്ചത്? അപ്പോൾ അവരുടെ ഉള്ളിലെ സസ്യങ്ങളെ നമ്മൾക്ക് വളർത്തിയെടുക്കാം എന്നുള്ളൊരു ആശയം ഉണ്ടായിട്ട് താഴെ കൊടുത്തിരിക്കുന്നത് നോക്കാം. വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആയിരിക്കാം ആദിമ മനുഷ്യർ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. പാറപ്പുറത്തിട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകും, വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകും. എന്നാൽ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്ന് അവർ മനസ്സിലാക്കി. ഇങ്ങനെയാണ് കൃഷി ആരംഭിച്ചത്. തുടർന്ന് ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷത്തൈകളും തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി. ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത്. കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുമുള്ള മണ്ണും പ്രധാനമായും ലഭ്യമായിരുന്ന നദീതടങ്ങളിലാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. ഇതോടെ ഭക്ഷണം തേടി അലഞ്ഞു ഇരുന്ന മനുഷ്യർ കൃഷിയിടങ്ങളിൽ സമീപത്ത് സ്ഥിരവാസം ആരംഭിച്ചു. സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ കൃഷിയുള്ള സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങി. ഇനി അവർ
കൃഷിയുടെ സ്ഥലത്ത് തന്നെ താമസിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും കുറച്ച് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല. അവർക്ക് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയായിരിക്കാം? കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു. അതായത് വന്യമൃഗങ്ങളെല്ലാം വന്ന് കൃഷി നശിപ്പിക്കാതിരിക്കാനും അവരുടെ ശ്രദ്ധ കിട്ടുമായിരുന്നു. ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല അല്ലേ? അവർക്ക് ആവശ്യമായുള്ള എല്ലാം അവർ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ കിട്ടി. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാനുള്ളത് കൊണ്ട് അവർക്ക് അലഞ്ഞു തിരിയേണ്ടി വന്നില്ല. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു. വീണ്ടും വീണ്ടും കൂടുതലായിട്ട് കൃഷി ചെയ്യുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുക? മൃഗങ്ങളെ വളർത്തുകയും അതുപോലെ കൃഷി ചെയ്യുകയും ചെയ്യുമ്പോൾ എന്താ? ഭക്ഷണം കൂടുതലായിട്ട് കിട്ടി. കൂടുതൽ വിശ്രമ സമയം കിട്ടിയെന്നാണ് പറയുന്നത്. അതേ മൃഗങ്ങളെ വേട്ടയാടാനും അതുപോലെ ഭക്ഷണത്തിനായി കായ്കനികളൊക്കെ തേടി അലഞ്ഞ് തിരിഞ്ഞ് മരങ്ങൾ തേടി പോകുകയൊക്കെ ചെയ്യുമ്പോൾ കുറേ സമയം അവർക്ക് ആവുമായിരുന്നു. ഇപ്പോൾ ആവശ്യമുള്ളത് അടുത്ത് തന്നെ കിട്ടുമ്പോൾ അവർക്ക് എന്താ? കൂടുതൽ വിശ്രമ സമയം കിട്ടി. ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ആദിമ മനുഷ്യർക്ക് സ്ഥിരവാസം ഉറപ്പിക്കാൻ നദീതടങ്ങൾ എങ്ങനെയെല്ലാം സഹായകമായിട്ടുണ്ടാകാം? എങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക? നമുക്ക് നോക്കാം. എന്തുകൊണ്ടായിരിക്കും അവർ പുഴയുടെ തീരങ്ങളിൽ താമസിച്ചിരുന്നത്? 1. കുടിക്കാനും കൃഷിക്കും ആവശ്യമായ ജലം ധാരാളം ലഭിച്ചിരുന്നു. നദീതീരങ്ങളിൽ മണ്ണ് കൃഷിക്ക് അനുയോജ്യമായതാണ്. നദിയിലൂടെ യാത്ര എളുപ്പമായിരുന്നു. നദികളിൽ നിന്ന് മത്സ്യങ്ങളെ പിടിക്കാം. നദീതീരങ്ങളിൽ കാലാവസ്ഥ നല്ല യോജിച്ചതായിരിക്കും. ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം അവർ സ്ഥിര താമസത്തിന് നദീതീരങ്ങൾ തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കുക. ഇവർ കൃഷിയൊക്കെ ചെയ്തു. ഇനി ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണം അല്ലേ? ധാരാളം കൃഷി ചെയ്യുമ്പോൾ ധാരാളം അവർക്ക് ആവശ്യമുള്ളതിൽ കഴിഞ്ഞ് വീണ്ടും കൂടുതൽ വിഭവങ്ങൾ കിട്ടും. ഈ അങ്ങനെ വരുന്ന സമയത്ത് അവരെന്ത് പഠിച്ചിട്ടുണ്ടാവാം? ശേഖരിച്ച് വയ്ക്കാൻ, നാളത്തേക്ക് ഭക്ഷണം ശേഖരിച്ച് വയ്ക്കാം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് അവർ എത്തിയിട്ടുണ്ടാവാം. ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണം. ആദിമ മനുഷ്യർ അന്നന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് ശേഖരിച്ചിരുന്നത്. എന്നാൽ കൃഷി പുരോഗതി പ്രാപിച്ചതോടെ മനുഷ്യർക്ക് ആവശ്യമായതിൽ അധികം ഭക്ഷ്യവസ്തുക്കൾ ലഭിച്ചു. ദൈനംദിന ആവശ്യം കഴിഞ്ഞ് ബാക്കിയായവ സൂക്ഷിച്ചു വയ്ക്കുന്നതിന് പ്രത്യേകം സൗകര്യങ്ങൾ ആവശ്യമായി വന്നു. ബാക്കിയായ ഭക്ഷ്യവസ്തുക്കൾ എന്തിലൊക്കെ ആയിരിക്കും അവർ സൂക്ഷിച്ചിട്ടുണ്ടാവുക? മൺപാത്രങ്ങൾ, മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ, ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ, ഇതുകൂടാതെ മുള കൊണ്ട് നിർമ്മിച്ച കൂടകൾ, വൈക്കോൽ കൊണ്ട് നിർമ്മിച്ച കൂടകൾ, പിന്നെ മരക്കുറ്റികൾ, ഇതെല്ലാം ഉപയോഗിച്ച് അവർ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നു. വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്നതാണല്ലോ മൺകട്ട. എന്നാൽ മണ്ണ് കുഴച്ച പാത്രങ്ങളായി രൂപപ്പെടുത്തി ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാമെന്നും ചൂടാക്കാമെന്നും മനുഷ്യർ മനസ്സിലാക്കി. ആദ്യകാലങ്ങളിൽ കളിമണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. കൃഷി വ്യാപകമായതോടെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ പല വലുപ്പത്തിലുള്ള മൺപാത്രങ്ങൾ ആവശ്യമായി വന്നു. മൺപാത്രങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നതിനും ഉപയോഗിച്ചിരുന്നു. അവ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചത് മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു. ഇത് മൺപാത്ര നിർമ്മാണം വ്യാപകമാകുന്നതിന് കാരണമായി. ഭക്ഷ്യസാധനങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുന്നതിനായി പ്രാചീന കാലത്ത് ധാന്യപ്പുരകൾ നിർമ്മിച്ചിരുന്നത് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇനി എന്താണ് ധാന്യപ്പുര? ശരിക്കും മൺപാത്രം കണ്ടുപിടിച്ചത് തന്നെ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു നാഴികക്കല്ലായിരുന്നു അല്ലെ? സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുവാൻ വേണ്ടി മൺപാത്രങ്ങൾ നിർമ്മിച്ചു. ഇനി മൺപാത്ര നിർമ്മാണം എളുപ്പമാക്കാൻ വേണ്ടി എന്തുകൂടെ ഉപയോഗിച്ചു? ചക്രം ഉപയോഗിച്ചു. ഈ ചക്രം കണ്ടുപിടിച്ചത് എന്താ? ബാക്കി പല കണ്ടുപിടുത്തങ്ങൾക്കും വഴിത്തിരിവായിട്ടുള്ളത് ഈ ചക്രത്തിൻ്റെ കണ്ടുപിടുത്തമാണ്. ധാന്യപ്പുരകൾ കണ്ടിട്ടുണ്ടോ? പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം. ഇവിടുത്തെ ഏറ്റവും പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ധാന്യപ്പുര. അവ ഇഷ്ടിക കൊണ്ട് കെട്ടിയുണ്ടാക്കിയതായിരുന്നു. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചു വച്ചിരുന്നു. നമ്മുടെ നാട്ടിൽ ധാന്യങ്ങൾ സംഭരിച്ചു വയ്ക്കുന്നതിനായി ഭരണികൾ, പത്തായങ്ങൾ എന്നിവ ഉപയോഗിച്ചിരുന്നു. ഇവയ്ക്ക് പുറമെ മറ്റ് ഏതെല്ലാം ഭക്ഷണ സംഭരണ മാർഗങ്ങളാണ് അന്നത്തെ മനുഷ്യർ സ്വീകരിച്ചിരിക്കാം? അവയെക്കുറിച്ച് നിങ്ങൾ മുതിർന്നവരോട് ചോദിച്ചറിയണം കേട്ടോ. അടുത്തത് നോക്കാം. ആഹാരം പാകം ചെയ്യുന്നതിനും സംഭരിക്കുന്നതിനും ഏതൊക്കെ പാത്രങ്ങളാണ് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത്?
ഇപ്പോൾ നമ്മുടെ വീടുകളിൽ മൺപാത്രങ്ങൾ, അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ, ഇരുമ്പ് പാത്രങ്ങൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ തുടങ്ങിയവയെല്ലാം ഉപയോഗിക്കുന്നുണ്ട് അല്ലേ, സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുവാനും പാചകം ചെയ്യുന്നതിന് വേണ്ടി. ഇനി ആവശ്യത്തിലധികം സാധനങ്ങൾക്ക് നമ്മുടെ കയ്യിലായി. ഇനി അടുത്ത ഒരു ഇതിലേക്ക് പോവുകയാണ്, അതായത് ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം. ആദിമ മനുഷ്യർ ആവശ്യത്തിലധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിൽക്കാല ഉപയോഗത്തിനായി സൂക്ഷിച്ചു വയ്ക്കുക മാത്രമാണോ ചെയ്തിരുന്നത്? അല്ല, അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിന്നീടുള്ള ഉപയോഗത്തിനായി സംരക്ഷിക്കുക മാത്രമല്ല, അവ ആവശ്യക്കാർക്ക് കൈമാറ്റം നടത്തുകയും ചെയ്തിരുന്നു അല്ലേ. അത് ഒരാളുടെ കയ്യിൽ അധികം വരുന്ന ഭക്ഷ്യവസ്തുക്കൾ മറ്റുള്ള ആളുകൾക്ക് കൊടുത്തു. ഇപ്പം നമ്മൾ അതല്ലേ ചെയ്യുന്നത്. ഇല്ലാത്തവരെന്ത് ചെയ്യും? കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കും. അന്ന് എങ്ങനെയായിരിക്കാം ഇത്തരം കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ടാവുക? തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായി ഓരോരുത്തരും സംഭരിച്ചിരുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറിയിരുന്നു. ഇപ്പം നോക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു ചക്കയുണ്ട്, വേറൊരു കയ്യിൽ ധാരാളം മാങ്ങയുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കയ്യിലുള്ള ചക്ക കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും? മാങ്ങ വാങ്ങും. അപ്പം രണ്ട് കൂട്ടുകാർക്കും എന്ത് കിട്ടി? അവർക്ക് ആവശ്യമുള്ള ഒരു സാധനങ്ങൾ കിട്ടി. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ദക്ഷിണേന്ത്യയിൽ ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നിരുന്നതായി സംഘകാല കൃതികളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഓരോ പ്രദേശത്തുള്ളവരും മറ്റു പ്രദേശത്തിലുള്ളവർക്ക് അവർ സമാഹരിച്ച ഭക്ഷ്യവസ്തുക്കൾ കൈമാറുകയും അവരിൽ നിന്ന് തങ്ങൾക്ക് ആവശ്യമായ മറ്റുള്ളവ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കടൽ തീരത്ത് താമസിച്ചിരുന്നവർ മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് ഉണക്ക മത്സ്യവും ഉപ്പും കൈമാറി. പകരം മറ്റുള്ളവരിൽ നിന്ന് മറ്റു ഭക്ഷ്യവസ്തുക്കളും വനവിഭവങ്ങളും സ്വീകരിച്ചിരുന്നു. വനപ്രദേശത്തിലുള്ളവർ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് വനവിഭവങ്ങൾ കൈമാറി. സമതലങ്ങളിൽ താമസിച്ചിരുന്നവർ തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ഇങ്ങനെയാണ് അവരുടെ കയ്യിലുള്ള വസ്തുക്കൾ എന്താണോ അത് അവർ മറ്റുള്ളവർക്ക് നൽകി മറ്റുള്ളവരുടെ കയ്യിലുള്ള വസ്തുക്കൾ എന്ത് ചെയ്യും? അവർ വാങ്ങിക്കണം. ഇതിനൊരു പ്രത്യേക പേരുണ്ട്. അതിൻ്റെ പേരാണ് കൈമാറ്റ സമ്പ്രദായം, അതല്ലെങ്കിൽ ബാർട്ടർ സമ്പ്രദായം എന്നാണ് പറയുന്നത്. നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുൻപ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഈ കൈമാറ്റ രീതിയാണ് ബാർട്ടർ സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. ഇന്ന് നമ്മൾക്കൊരു സാധനം വാങ്ങിക്കണമെങ്കിൽ അതിൻ്റെ അതേ മൂല്യമുള്ള നമ്മൾ പൈസ കൊടുത്തിട്ടാണ് വാങ്ങിക്കുക, ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിക്കുക. പണ്ട് ക്യാഷ്, അത് രൂപ സമ്പ്രദായം വരുന്നതിന് മുൻപേ ഉണ്ടായിരുന്ന ഒരു രീതിയാണ് ഈ ബാർട്ടർ സമ്പ്രദായം. ഇത്തരം കൈമാറ്റങ്ങൾ സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾക്ക് ഇടയാക്കി. സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിലേക്ക് നയിച്ചു. അതുവഴി ചന്തകൾ രൂപം കൊണ്ടു. ചന്തകൾ ക്രമേണ കച്ചവട കേന്ദ്രങ്ങളായി വികസിച്ചു. സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ജനങ്ങൾ കച്ചവട കേന്ദ്രങ്ങളിൽ എത്തുകയും അവ ക്രമേണ നഗരങ്ങളായി മാറുകയും ചെയ്തു അല്ലേ. സാധനങ്ങൾ കൈമാറ്റം തുടങ്ങിയ സമയത്ത് എന്ത് ചെയ്തു? എല്ലാ കൈമാറ്റം ചെയ്യേണ്ട വസ്തുക്കൾ കൊണ്ട് എല്ലാവരും കൂടെ ഒരു സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നു. അതാണ് ചന്തയായി രൂപം കൊണ്ടത്. പിന്നീട് ചെറിയ ചെറിയ ചന്തകൾ പോയി കച്ചവട കേന്ദ്രങ്ങളായി. ഈ കച്ചവട കേന്ദ്രങ്ങൾ കുറേ ആളുകൾ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അതെന്തായിട്ട് മാറി? നഗരപ്രദേശങ്ങളായിട്ട് മാറി. നഗരങ്ങളുടെ രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കൂ, സാധനങ്ങളുടെ കൈമാറ്റം അതെന്തായിട്ട് മാറി? സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടം, പിന്നെ ചന്തകൾ മാറി. ചന്തകൾ കച്ചവട കേന്ദ്രങ്ങളായിട്ട് മാറി. അത് പിന്നീട് നഗരപ്രദേശങ്ങളായിട്ട് മാറി. ദേശങ്ങൾ കടന്നും ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിന്നിരുന്നില്ല. അത് ദേശങ്ങൾ കടന്നും ഇവ കൈമാറ്റം വ്യാപിച്ചിരുന്നു. പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടിന് വിദൂര ദേശങ്ങളുമായി സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു. റോമക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ എന്നിവരുമായാണ് പ്രധാനമായും കൈമാറ്റം നിലനിന്നിരുന്നത്. നമ്മൾക്ക് ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടായിരുന്നു കച്ചവട ബന്ധമുണ്ടായിരുന്നതെന്ന് നമുക്കൊരു ചോദ്യം വരാം ഇവിടെ. റോമക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ എന്നിവർ. അപ്പോൾ ഇപ്പം നാം കാണുന്ന പല വസ്തുക്കളും നമ്മളുടെ നാട്ടിൽ തന്നെ ഉള്ളതല്ല, അത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളതാണ്.
ചിത്രത്തിൽ കാണുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ തിരിച്ചറിഞ്ഞ് അവ ഓരോന്നിനെയും കുറിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കുക. ഇതിൽ ആദ്യത്തെ ചിത്രത്തിൽ കാണുന്ന കുരുമുളകാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നാണ് കുരുമുളക് അറിയപ്പെടുന്നത്. കേരളത്തിലെ പ്രധാന നാണ്യവിളയാണ്. മലബാർ തീരങ്ങളിലാണ് കുരുമുളകിൻ്റെ ഉത്ഭവമെന്ന് കരുതപ്പെടുന്നു. ഔഷധമായും ഉപയോഗിക്കുന്നു. പല രാജ്യക്കാരും കേരളത്തിലെത്തിയിരുന്നത് കുരുമുളക് കച്ചവടത്തിന് വേണ്ടിയാണ്. ഏലം. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നാണ് ഏലം അറിയപ്പെടുന്നത്. തണലും ഈർപ്പമുള്ളതും തണുത്ത കാലാവസ്ഥയുമുള്ള പ്രദേശങ്ങളിലാണ് ഇത് കൂടുതലായി വളരുന്നത്. ഏലം ചെടിയുടെ വിത്തിന് ഔഷധ ഗുണവും സുഗന്ധവുമുണ്ട്. ഏലം കൃഷി ചെയ്യുന്നതിൽ 2ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇഞ്ചി ഒരു സുഗന്ധദ്രവ്യവും ഔഷധവുമാണ്. ഇതിൻ്റെ കിഴങ്ങാണ് ഉപയോഗയോഗ്യമായ ഭാഗം. ചൈനയിലാണ് ഇഞ്ചി ഉത്ഭവം കൊണ്ടത്. ഇഞ്ചി പ്രത്യേക രീതിയിൽ ഉണക്കിയെടുക്കുന്ന ചുക്ക് ആയുർവേദത്തിലെ മിക്ക ഔഷധങ്ങളിലും ഒരു പ്രധാന ചേരുവയാണ്. ഗ്രാമ്പു. ഇന്തോനേഷ്യയിലെ മൊളുക്കാസ് ആണ് ജന്മദേശം. സുഗന്ധദ്രവ്യമാണ്. സോപ്പ്, ടൂത്ത്പേസ്റ്റ്, സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ചേർക്കുന്നു. ഒരു വൃക്ഷത്തിൻ്റെ പൂമൊട്ടാണ് ഗ്രാമ്പു. കറുവപ്പട്ട. കറുവ മരത്തിൻ്റെ പുറംതൊലിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധവ്യഞ്ജനമാണ് കറുവപ്പട്ട. ഭക്ഷണ പദാർത്ഥങ്ങളിലും ചായയിലും ഉപയോഗിക്കുന്നു. ജാതിക്ക. ഇരുണ്ട ഇലകളുള്ള നിത്യഹരിത വൃക്ഷമാണ് ജാതിക്ക. സുഗന്ധവ്യഞ്ജനമാണ്. വിത്തിൽ നിന്നും പുറന്തോടിൽ നിന്നും സുഗന്ധവ്യഞ്ജനം എടുക്കുന്നു. ജാതിക്കയുടെ പ്രധാന ഉൽപ്പാദകർ ഇന്തോനേഷ്യയാണ്. ഇന്ത്യയിൽ നിന്നും മറ്റ് ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്യപ്പെട്ടത് കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു. ഇവയിൽ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളകായിരുന്നു. ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോ ഡ ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചെലവിൻ്റെ 60 ഇരട്ടി വിലയുടെ ചരക്കുകൾ കൊണ്ടുപോയിരുന്നതായി ചരിത്രരേഖകളിൽ പറയുന്നു. അവരപ്പോഴും ഇതിന് ഇത്രയും മൂല്യം കൽപ്പിച്ചിരുന്നു. നമ്മൾ സുഗന്ധവ്യഞ്ജനങ്ങൾ തേടിയായിരുന്നു വിദേശികളെല്ലാം നമ്മളുടെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. കുട്ടികളെ, നിങ്ങൾക്കുള്ളൊരു വർക്കുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ കൃഷി ചെയ്യുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ ഏതെല്ലാമാണെന്ന് അന്വേഷിച്ചു കണ്ടെത്തൂ എന്നാണ്. കച്ചവടത്തിൻ്റെ വ്യാപനമാണ് പിൽക്കാലത്തെ വിദൂരദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത്. ഇത്തരം കൈമാറ്റങ്ങളുടെ ഫലമായി ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന ചില ഭക്ഷ്യവിഭവങ്ങളുടെ ചിത്രങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. പേരയ്ക്ക, പപ്പായ, കൈതച്ചക്ക, കശുവണ്ടി, മരച്ചീനി, ഉരുളക്കിഴങ്ങ്. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളതല്ല. ഇതിൻ്റെ എല്ലാം ജന്മദേശമെന്ന് പറയുന്നത് പുറം രാജ്യങ്ങളായിരുന്നു. നമ്മൾ ഭക്ഷ്യവസ്തുക്കൾ കൈമാറ്റം ചെയ്യുമ്പോൾ ഓരോ രാജ്യക്കാരും അവരുടെ ഭക്ഷ്യവസ്തുക്കൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കൈമാറ്റം ചെയ്തിരുന്നു. അങ്ങനെയാണ് ഓരോ രാജ്യങ്ങളിലും വിവിധ തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടായിട്ടുള്ളത്. ചിത്രത്തിൽ കാണുന്ന എല്ലാ ഭക്ഷ്യവിഭവങ്ങളും നിങ്ങൾക്ക് പരിചിതമാണല്ലോ. ഈ വിഭവങ്ങളുടെ ഉത്ഭവം നമ്മുടെ നാട്ടിൽ തന്നെയാണോ? അല്ല. ഓരോന്നിൻ്റെയും ജന്മസ്ഥലം വേറെയാണ്. ഓരോന്നിൻ്റെയും ജന്മസ്ഥലങ്ങൾ നോക്കാം. പേരയ്ക്ക, പപ്പായ, കൈതച്ചക്ക, ഉരുളക്കിഴങ്ങ് തുടങ്ങിയവ അമേരിക്കയിൽ നിന്നും, കശുവണ്ടി, മരച്ചീനി തുടങ്ങിയവ ബ്രസീലിൽ നിന്നുമാണ് ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. ഭക്ഷ്യവിഭവങ്ങളുടെ കൈമാറ്റം ഇപ്പോഴും തുടരുന്നുണ്ട്. കച്ചവടത്തിന് പുറമെ തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും മറ്റുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യർ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വിനിമയം കൂടുതൽ വ്യാപകമാക്കുന്നു. അടുത്ത ഭാഗം നോക്കാം. കച്ചവടത്തിൻ്റെ വ്യാപനം വിദൂരദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചതെങ്ങനെ? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. കച്ചവട സാധനങ്ങൾ അധികമായപ്പോൾ കൂടുതലുള്ള ആളുകൾ എന്ത് ചെയ്തു? മറ്റുള്ളവർക്ക് വിൽപ്പന തുടങ്ങി. ഈ വിൽപ്പന തുടങ്ങുമ്പോൾ നമ്മൾ കച്ചവടം തുടങ്ങി. കച്ചവടം എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നു. കച്ചവടം കഴിഞ്ഞ് കച്ചവടം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ആളുകളും കൂടെ ഒരു സ്ഥലത്ത് കൂടി അത് ചന്തയായി മാറി. ചന്ത പോയി കച്ചവട കേന്ദ്രങ്ങളായി മാറി. ഈ കച്ചവട കേന്ദ്രങ്ങളിലേക്ക് വരുന്നത് സ്വദേശത്തുള്ള ആളുകൾ മാത്രമായിരുന്നില്ല. പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകൾ കൂടെ എന്തിനു വന്നു? കച്ചവടം ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പഴവർഗ്ഗങ്ങളും എല്ലാം നമ്മുടെ നാട്ടിലേക്ക് കൂടി വന്നത്. നമ്മൾ ഇവിടെ അത് കൃഷി ചെയ്യാനും തുടങ്ങി. കച്ചവടത്തിൻ്റെ വ്യാപനം വിദൂരദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചതെങ്ങനെ?
നോക്കാം. കച്ചവട കേന്ദ്രങ്ങൾ തുടങ്ങിയ ശേഷം ധാരാളം കച്ചവടക്കാർ അവരുടെ സാധനങ്ങൾ കച്ചവടം ചെയ്യാൻ വേണ്ടി വരികയുണ്ടായി. കച്ചവട കേന്ദ്രങ്ങൾ നദീതീരങ്ങളിലാണ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ കച്ചവടത്തിനായി എത്തിച്ചേർന്നപ്പോൾ അവരുടെ സ്ഥലത്തുള്ള സാധനങ്ങൾ മറ്റു സ്ഥലത്ത് വിൽപ്പന നടത്തി അവിടെ നിന്നും മറ്റുള്ള വസ്തുക്കൾ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി. ഇങ്ങനെയാണ് കച്ചവടത്തിൻ്റെ വ്യാപനം വിദൂര ദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിന് നയിച്ചത്. നാം കഴിക്കുന്ന പല പഴവർഗ്ഗങ്ങളും മറ്റു ഭക്ഷ്യവസ്തുക്കളും പല രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചേർന്നതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന് നമുക്കിടയിൽ പ്രചരിച്ച ഭക്ഷ്യവിഭവങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം നമുക്കത് ഏതൊക്കെയാണെന്ന്. കൈപ്പയ്ക്ക ആഫ്രിക്ക, കാബേജ് യൂറോപ്പ്, മുളക് അമേരിക്ക, മല്ലി നോർത്ത് ആഫ്രിക്ക, വഴുതന ചൈന, ഉലുവ ചൈന, വെണ്ടയ്ക്ക എത്തോപ്യ, ഉരുളക്കിഴങ്ങ് അമേരിക്ക, തക്കാളി ലാറ്റിൻ അമേരിക്ക, ചേന ആഫ്രിക്ക, മൾബറി ചൈന എന്നും പറയുന്ന ജപ്പാൻ, പ്ലം അർമേനിയ, പുളി ആഫ്രിക്ക. അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഭക്ഷണവും അസമത്വവും. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങൾ നിലനിന്നിരുന്നു. എന്താണ് അസമത്വം? തുല്യത ഇല്ലായ്മയാണ് അസമത്വത്തിൻ്റെ അർത്ഥം. സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗ ജനങ്ങളിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് തടസ്സമുണ്ടാക്കി. ഈ വിവേചനത്തിനെതിരെ സാമൂഹ്യ പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചെറായിയിൽ മിശ്രഭോജനം നടത്തുകയുണ്ടായി. നോക്കാം എന്താണ് മിശ്രഭോജനം. പണ്ട് കാലത്ത് എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. 1919 മെയ് 29 വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായിയിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെയാണ് ഈ സമരം നടത്തിയത്. മിശ്രഭോജനത്തിന് നേതൃത്വം കൊടുത്തതിനാൽ ശക്തമായ എതിർപ്പ് സഹോദരൻ അയ്യപ്പനെ നേരിടേണ്ടതായി വന്നു. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തിനെതിരെയാണ് ഇത് വെളിവാക്കുന്നത്. ജാതി വ്യവസ്ഥയാണ് ഈ അസമത്വത്തിന് കാരണമായത്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട ജാതി വിവേചനം ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടോ? ഇല്ല, ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിയമത്തിലൂടെ നിരോധിച്ചിട്ടുണ്ട്. സാമൂഹികമായ വിവേചനം മാത്രമല്ല, സാമ്പത്തികമായ വിവേചനവും ഭക്ഷണ രംഗത്തെ സമത്വത്തിന് വെല്ലുവിളിയായിരുന്നു. സാമ്പത്തികം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരുടെ കയ്യിലും സമ്പത്ത് ഉണ്ടാവുക, ക്യാഷ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ കുറവ് മൂലം നമുക്ക് ഭക്ഷണം കിട്ടുന്നതിൽ അസമത്വം വരാം അല്ലെ. നല്ല ജോലിയൊക്കെ ഉള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ നല്ല ഭക്ഷണങ്ങൾ കഴിക്കാം. ജോലിയൊന്നും ഇല്ലാതെ പൈസ കുറവുള്ളവർക്ക് എങ്ങനെ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അവരുള്ളതിനനുസരിച്ചിട്ട് പോഷകപരമായ ആഹാരമൊന്നും ചെയ്യാൻ പറ്റില്ല, അവർക്ക് കഴിക്കാൻ പറ്റില്ല. അടുത്ത ടോപ്പിക്ക് ഭക്ഷണത്തിലെ അസമത്വങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. എല്ലാവർക്കും തുല്യത ലഭ്യമാകാതിരിക്കുന്നതിനെയാണ് അസമത്വം എന്ന് പറയുന്നത്. അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാകുമ്പോൾ ഭക്ഷണത്തിലെ അസമത്വം എന്ന് പറയുന്നു. നമ്മുടെ നാട്ടിൽ പല ജീവിത സാഹചര്യങ്ങളുള്ളവരാണ്. ഈ സാഹചര്യങ്ങൾ അവരുടെ ഭക്ഷണ രീതിയും വ്യത്യസ്തമായിരിക്കും. നല്ല ജോലിയും ജീവിത സാഹചര്യത്തിലുള്ളവരും നല്ല ഭക്ഷണം കഴിക്കുകയും പാവപ്പെട്ട ആളുകൾക്ക് നല്ല പോഷക ഭക്ഷണം ലഭ്യമാകാതിരിക്കുകയും ചെയ്യുന്നു. ഒരു പരിധിവരെ ഈ അസമത്വം കുറയ്ക്കാൻ ഗവൺമെൻറ് പല മാർഗങ്ങളിലൂടെ ശ്രമിക്കുന്നുണ്ട്. ഇനി അടുത്ത പേജിലേക്ക് പോവാം. പട്ടിണിയുടെ നേർക്കാഴ്ചകൾ. കുറച്ച് വാർത്താ തലക്കെട്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തെല്ലാം വിവരങ്ങളാണ് ഈ വാർത്തകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും പട്ടിണി നിലനിൽക്കുന്നു. രാജ്യത്തുണ്ടാകുന്ന പല കാര്യങ്ങളും ഭക്ഷ്യക്ഷാമത്തിലേക്ക് നയിക്കുന്നു. മനുഷ്യൻ്റെ ഇടപെടലാണ് അതിൽ പലതിൻ്റെയും കാരണം. ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഭക്ഷണം എല്ലാ മനുഷ്യരുടെയും അവകാശമാണ് അല്ലേ? എന്നാൽ ജീവൻ നിലനിർത്താൻ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ ആളുകൾ ലോകത്തിൻ്റെ പലയിടങ്ങളിലുമുണ്ട്. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, യുദ്ധം, തൊഴിലില്ലായ്മ തുടങ്ങിയവ ദാരിദ്ര്യത്തിലും പട്ടിണിക്കും കാരണമാകുന്നുണ്ട്. ബംഗാളിലെ ഭക്ഷ്യക്ഷാമം. ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായ സാമ്പത്തിക ചൂഷണം
ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും തൽഫലമായി നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു. ഇതിനൊരു ഉദാഹരണമാണ് 1943 ബംഗാളിൽ ഉണ്ടായ ഭക്ഷ്യക്ഷാമം. ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗമായിരുന്നു കൃഷി. ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിന്റെ ഫലമായി അവിടുത്തെ നെൽകൃഷി വ്യാപകമായി നശിച്ചു. ഇതിനെ തുടർന്ന് ബംഗാളിൽ ഭക്ഷ്യക്ഷാമമുണ്ടായി. ഈ ക്ഷാമകാലത്ത് ഏകദേശം 30 ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു. പട്ടിണി ഉണ്ടാകാനുള്ള മറ്റൊരു കാരണം സമ്പത്തിന്റെ വിതരണത്തിലുള്ള അസമത്വമാണ്. എല്ലാവർക്കും തുല്യമായ സമ്പത്ത് വിതരണം ചെയ്യുന്നത്, എന്നാൽ ചിലർ യഥേഷ്ടം ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റു ചിലർക്ക് പട്ടിണി കിടക്കേണ്ടതായിട്ട് വരുന്നു. ദാരിദ്ര്യത്തിനും പട്ടിണിക്കുമെതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഓരോ വർഷവും ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായി ആചരിച്ചു വരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി മാതൃകയായ സംസ്ഥാനമാണ് കേരളം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയായ കുടുംബശ്രീ മിഷൻ ഇതിനൊരു ഉദാഹരണമാണ്. എന്താണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം? ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 നിലവിൽ വന്നു. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. പട്ടിണിയില്ലാത്ത ലോകം സൃഷ്ടിക്കുന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും എന്തെല്ലാം ചെയ്യാൻ കഴിയും നോക്കാം. പട്ടിണിയില്ലാത്ത രാജ്യം ഉണ്ടാക്കുന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും വളരെ പങ്കുണ്ട്. ഒരു രാജ്യത്തിന്റെ ഒരു ഭാഗത്ത് ആളുകൾ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്തവരുമുണ്ട്. പല കാരണങ്ങളാണ് പട്ടിണിക്ക് കാരണം. തൊഴിലില്ലായ്മ, അസമത്വം തുടങ്ങിയവ അവയിൽ ചിലത് മാത്രം. രാജ്യത്ത് പല മാർഗങ്ങൾ ഉപയോഗിച്ച് സൗജന്യ ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം പേർക്ക് ലഭ്യമാകുന്നു എന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഓരോരുത്തരും ഭക്ഷണം പാഴാക്കാതെയും മിതമായി ഉപയോഗിച്ചും ഒരു പരിധി വരെ ഭക്ഷ്യക്ഷാമം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അടുത്ത ഹെഡിങ് ഭക്ഷണവും ആരോഗ്യവും. മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണല്ലോ ഭക്ഷണം. ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന് സുപ്രധാന പങ്കുണ്ട്. പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു. എന്നാൽ അനാരോഗ്യകരമായ ഭക്ഷണശീലം പല ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. ഇവിടെ നോക്കൂ, കുറെ ചെറുധാന്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതിൽ ഏതൊക്കെയാ നോക്കൂ: റാഗി, മണിച്ചോളം, ബാർലി, വരക്, ബജ്ര, തിന. ഇതിൽ എത്ര എണ്ണം കൂട്ടുകാർ കണ്ടിട്ടുണ്ട്? റാഗി കണ്ടിട്ടുണ്ടാവും അല്ലേ, തിന കണ്ടിട്ടുണ്ടാവും. നമുക്ക് തിന സാധാരണ കാണാറുണ്ട്. ബാർലി കണ്ടിട്ടുണ്ടോ? റാഗി നിങ്ങൾ ചെറുതായിരിക്കുമ്പോൾ കഴിച്ചിട്ടുണ്ടാവും അല്ലേ, വീട്ടുകാർ തന്നിട്ടുണ്ടാവും ചെറിയ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ. അപ്പോൾ ഈ ചെറുധാന്യങ്ങളെല്ലാം നമുക്ക് വളരെയധികം ആരോഗ്യ പ്രദാനം ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾ വീട്ടുകാരോട് പറഞ്ഞ് ഇതെല്ലാം ഒന്ന് വാങ്ങിച്ചത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉപയോഗിച്ചു നോക്കൂ. അനാരോഗ്യകരമായ ഭക്ഷണശീലവും ജീവിതശൈലി രോഗങ്ങളും എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. എല്ലാ ജീവജാലങ്ങൾക്കും നിലനിൽപ്പിന് അനിവാര്യമായ ഘടകമാണ് ആഹാരം. ദേശങ്ങൾക്കനുസരിച്ച് ഭക്ഷണ രീതിയിലും വ്യത്യസ്തത ഉണ്ടാവും. നല്ല ഭക്ഷണം ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ഇന്ന് ആഹാര രീതികളിൽ ഏറെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. അവ നമ്മുടെ ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കാൻ തുടങ്ങി. പഴയ തലമുറ വീട്ടിൽ പാചകം ചെയ്ത ഭക്ഷണം മാത്രമേ കഴിച്ചിരുന്നുള്ളൂ. അവർ നല്ല ആരോഗ്യമുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ തലമുറ വിദേശ രാജ്യങ്ങളെ അനുകരിച്ചുകൊണ്ട് ഹോട്ടൽ ഭക്ഷണവും പാക്ക്ഡ് ഭക്ഷണവും ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അവർ പല ജീവിതശൈലി രോഗങ്ങൾക്കും അടിമപ്പെട്ടു കഴിഞ്ഞു. കടകളിൽ നിന്നും വാങ്ങിക്കഴിക്കുന്ന ഭക്ഷണങ്ങൾ ധാരാളം മായം ചേർത്തിട്ടാണ് വരുന്നത്. ഇവിടെ ഭക്ഷണത്തിലൂടെയാണ് കൂടുതലും അസുഖങ്ങൾ വരുന്നത്. അതോടൊപ്പം വ്യായാമക്കുറവും നല്ലൊരു ശതമാനം അസുഖങ്ങൾ വിളിച്ചു വരുത്തുന്നുണ്ട്. നാം തന്നെയാണ് ഈ അവസ്ഥയ്ക്കെല്ലാം കാരണക്കാർ. നമ്മുടെ ഭക്ഷണശീലത്തിൽ മാറ്റം വരുത്തിയാൽ തന്നെ പല രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ പറ്റും. ഇനിയുള്ള നിങ്ങളെങ്കിലും ഈ ശീലത്തിൽ നിന്ന് മാറുക. അങ്ങനെ ഈ പാഠത്തിൻ്റെ ഏകദേശം അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ പാഠം നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇനി ഇതിൻ്റെ അവസാനത്തെ പേജിൽ കുറച്ച് ടെക്സ്റ്റൽ ആക്ടിവിറ്റീസ് കൊടുക്കും. നിങ്ങൾ തുടർ പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ളതാണ്. അത് കൂട്ടുകാർ വായിച്ചു നോക്കിയിട്ട് ചെയ്യണേ.
കുട്ടികളെ, നിങ്ങൾക്ക് ഈ പാഠം നല്ല രീതിയിൽ മനസ്സിലായില്ലേ? മനസ്സിലായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.